So, good evening. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലൂറ ആൻഡ് ലങ്സ് വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. മീഡിയാസ്റ്റിനം വരെ വി ഹാഡ് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. സോ ഇന്നത്തോണ്ട് നമ്മൾ ചെസ്റ്റ് പോർഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ടുഡേ വി ആർ ബിഗിനിങ് വിത്ത് പെരികാർഡിയം ആൻഡ് ഹാർട്ട്. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്സ് കൂടെ ഉള്ള അതിനകത്ത് റിമൈനിങ് ആയിട്ട് നമുക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ബിഗിനിങ് വിത്ത് പെരികാർഡിയം. സോ പെരികാർഡിയം എന്ന് വെച്ചാൽ എന്തായിരിക്കും? പെരികാർഡിയം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഫൈബ്രോസെറസ് സാക് which encloses the heart and the root of the great vessels. ഹാർട്ടിനെയും ഗ്രേറ്റ് വെസൽസിന്റെ റൂട്ടിനെയും എൻക്ലോസ് ചെയ്യുന്ന ഒരു ഫൈബ്രോസെറക് സാക്കിനെ ആയിരിക്കും പെരികാർഡിയം എന്ന് പറയുന്നത്. സോ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എ ഫൈബ്രോസെറസ് സാക്ക് ആണ്. സോ രണ്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഫൈബ്രസ് ലെയർ ആൻഡ് സെറസ് ലെയർ. സോ ഇറ്റ് ഇസ് എ ഫൈബ്രോസെറസ് സാക്ക് വിച്ച് എൻക്ലോസസ് ദ ഹാർട്ട് ആൻഡ് റൂട്ട് ഓഫ് ദ ഗ്രേറ്റ് വെസൽ. നമ്മൾ കഴിഞ്ഞ ദിവസം മീഡിയാസ്റ്റിനം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഹാർട്ടും പെരികാർഡിയം എന്തിന്റെ കണ്ടന്റ് ആയിരിക്കും? It is situated in the middle mediastinum. Middle mediastinum content ആയിരിക്കും in the heart and pericardium. So pericardium എവിടെ കാണും? It is situated in the middle mediastinum. രണ്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഫൈബ്രോസെറസ് ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫൈബ്രോസെറസ് സാക്ക് എന്ന് പറഞ്ഞു അല്ലെ. സോ രണ്ട് ലെയർ ഉണ്ടായിരിക്കും, ഫൈബ്രസ് പെരികാർഡിയം ആൻഡ് സെറസ് പെരികാർഡിയം. ഫൈബ്രസ് പെരികാർഡിയം വന്നിട്ട് ഔട്ടർ കവറിംഗ് ആയിരിക്കും, വൈൽ സെറസ് പെരികാർഡിയം വന്നിട്ട് ഇന്നർ കവറിംഗ് ആയിരിക്കും. ആൻഡ് ദിസ് സെറസ് പെരികാർഡിയം വീണ്ടും രണ്ട് ലെയർ ആയിട്ടുണ്ടായിരിക്കും, വിസറൽ ആൻഡ് പാരേറ്റൽ ലെയർ. സോ പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട്, ഒരു ഫൈബ്രോസെറസ് സാക്ക് ആയിരിക്കും, രണ്ട് ലെയർ ഉണ്ടായിരിക്കും, ഫൈബ്രസ് പെരികാർഡിയം ആൻഡ് സെറസ് പെരികാർഡിയം. ദിസ് സെറസ് ലെയറിന് വീണ്ടും രണ്ട് ലെയർ ഉണ്ടായിരിക്കും, വിച്ച് ഈസ് വിസറൽ ആൻഡ് പാരേറ്റൽ. നമ്മൾ നേരത്തെ പ്ലൂറെ പഠിച്ച കണക്ക് വിസറൽ ആൻഡ് പാരേറ്റൽ. സോ വിസറൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സംതിങ് റിലേറ്റഡ് ടു ദ വിസറൽ ഓർഗൻ. സോ വിസറൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നർ ലെയർ ആയിരിക്കും, ദാറ്റ് ഈസ് നമ്മുടെ ഹാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെയർ ആയിരിക്കും വിസറൽ ലെയർ. വൈൽ പാരേറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെറസ് ലെയറിന്റെ ഔട്ടർ ലെയർ ആയിരിക്കും പാരേറ്റൽ ലെയർ. സോ ഈ പാരേറ്റൽ ലെയർ വന്നിട്ട് ഫൈബ്രസ് പെരികാർഡിയത്തിന്റെ ഇന്നർ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പാരേറ്റൽ ലെയർ ഓഫ് സെറസ് പെരികാർഡിയം ഗെറ്റ് അഡ്ഹറന്റ് ടു ദ ഇന്നർ സർഫസ് ഓഫ് ദ ഫൈബ്രസ് പെരികാർഡിയം. സോ പെരികാർഡിയം നോക്കുകയാണെങ്കിൽ ഫൈബ്രസ് ഏറ്റവും പുറത്തെ ലെയർ, സെറസ് അകത്തെ ലെയർ. ഈ സെറസിന് തന്നെ രണ്ട് ലെയർ ആയിട്ടായിരിക്കും പറയുന്നത്, വിസറൽ ഏറ്റവും ഉള്ളിലുള്ളത്, പാരേറ്റൽ അതിന് പുറമേ ഉള്ളത്. സോ പാരേറ്റൽ ലെയർ വന്നിട്ട് ഫൈബ്രസ് ലെയറിന്റെ ഇന്നർ സർഫസുമായിട്ട് അഡ്ഹർ ചെയ്തിരിക്കും. അതേസമയം സെറസ് ലെയർ വന്നിട്ട് വിസറൽ ലെയർ വന്നിട്ട് നമ്മുടെ വിസറൽ ലെയർ വന്നിട്ട് നമ്മുടെ ഔട്ടർ ലെയർ ഓഫ് ഹാർട്ടുമായിട്ട് അഡ്ഹർ ചെയ്തിട്ടായിരിക്കും എപ്പികാർഡിയം ഫോം ചെയ്യുന്നത്. സോ പെരികാർഡിയം ഇറ്റ് ഈസ് എ ഫൈബ്രോസെറസ് സാക്ക് വിച്ച് എൻക്ലോസസ് ദ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് വെസൽസ്. ഹാർട്ടും അതിന്റെ ഗ്രേറ്റ് വെസൽസിനെയും എൻക്ലോസ് ചെയ്യുന്ന ഒരു ഫൈബ്രോസെറസ് സാക്ക് ആയിരിക്കും പെരികാർഡിയം. മിഡിൽ മീഡിയാസ്റ്റിനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് രണ്ട് ലെയർ ഉണ്ടായിരിക്കും, ഒരു ഫൈബ്രസ് ലെയർ, അതായിരിക്കും ഏറ്റവും ഔട്ടർ ലെയർ. ഈ ഫൈബ്രസ് ലെയർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഫ്രം സഡൻ ഓവർഫില്ലിംഗ്. സഡൻ ആയിട്ടൊരു ഓവർഫില്ലിംഗ് ഉണ്ടാകാതെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് ലെയർ ആയിരിക്കും? നമ്മുടെ പുറമേ ഉള്ള ഫൈബ്രസ് ലെയർ ആയിരിക്കും. ഇനി അകത്തുള്ള സെറസ് ലെയർ, അതിന് രണ്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഒരു വിസറൽ ലെയറും ഒരു പാരേറ്റൽ ലെയറും ഉണ്ടായിരിക്കും. വിസറൽ ലെയർ ഇറ്റ് അഡ്ഹറൻസ് ടു ദ ഔട്ടർ ലെയർ ഓഫ് ഹാർട്ടുമായിട്ട് അത് അഡ്ഹറൻ ചെയ്തിട്ടായിരിക്കും എപ്പികാർഡിയം ഫോം ചെയ്യുന്നത്. വൈൽ ദ പാരേറ്റൽ ലെയർ അത് ഇന്നർ സർഫസ് ഓഫ് ദ ഫൈബ്രസ് ലെയറുമായിട്ട് അഡ്ഹർ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ രണ്ട് വിസറൽ ആൻഡ് പാരേറ്റൽ ലെയറിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും, അതിനെയായിരിക്കും പെരികാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുക. ദ സ്പേസ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ സ്പേസ് ബിറ്റ്വീൻ ദ പാരേറ്റൽ ആൻഡ് വിസറൽ പെരികാർഡിയം, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിനെ ആയിരിക്കും എന്ത് പറയണത്? പെരികാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ എ തിൻ ഫിലിം ഓഫ് സെറസ് ഫ്ലൂയിഡ് വിച്ച് ലൂബ്രിക്കേറ്റ് ദ ഓപ്പോസിറ്റ് സർഫസ് ആൻഡ് അലോ ദ ഹാർട്ട് ടു ബീറ്റ് സ്മൂത്ത്ലി. സോ ആ രണ്ടിന്റെ ഇടയ്ക്കുള്ള സ്പേസിനെ ആയിരിക്കും, വിസറൽ ആൻഡ് പാരേറ്റൽ ലെയറിന്റെ ഇടയിലുള്ള സ്പേസിനെ ആയിരിക്കും പെരികാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ തിൻ ഫിലിം ഓഫ് സെറസ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. അത് കാരണം എന്തായിരിക്കും? ആ ഓപ്പോസിറ്റ് സർഫസിന് വന്നിട്ട് ഹാർട്ടിന് നല്ല പ്രോപ്പറായിട്ട് ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഹാർട്ടിന്റെ മൂവ്മെന്റിന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം എന്തായിരിക്കും? ആ പെരികാർഡിയൽ ക്യാവിറ്റി ആയിരിക്കും. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എഫ്യൂഷൻ, പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്യുന്ന എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞത് അല്ലെ. പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്യുന്നത് മിഡ് ആക്സിലറി ലൈനിൽ 8th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും. ഇനി പെരികാർഡിയൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും നമ്മൾ ടാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്രെയിൻഡ് by punching on the left 5th and 6th intercostal space. Left 5th അല്ലെങ്കിൽ 6th intercostal സ്പേസിൽ എവിടെ? ജസ്റ്റ് ലാറ്ററൽ ടു ദ സ്റ്റേർണം. സ്റ്റേർണത്തിന് ജസ്റ്റ് ലാറ്ററൽ ആയിട്ട് 5th and 6th intercostal സ്പേസിലായിരിക്കും നമ്മൾ
പെരികാർഡിൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ഓൺ ദ മിഡ് ആക്സിലറി ലൈൻ ഓൺ ദ 8th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരുന്നു, മിഡ് ആക്സിലറി ലൈനിലായിരുന്നു അത്. പെരികാർഡിൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ 5th and 6th ഇന്റർകോസ്റ്റൽ സ്പേസ് ജസ്റ്റ് ലാറ്ററൽ ടു ദ സ്റ്റേണത്തിൽ നിന്നായിരിക്കും നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പെരികാർഡിയം. ദെൻ ഹാർട്ട്. ഹാർട്ടിനെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ തന്നെ ഹാർട്ടിനകത്തുള്ളത് 4 ചേംബേഴ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. സോ റൈറ്റ് സൈഡിൽ വരുന്ന എന്തായിരിക്കും? ഇംപ്യൂർ ബ്ലഡ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ പ്യൂർ ബ്ലഡ് ആയിരിക്കും. റൈറ്റ് സൈഡിലോട്ട് വരുന്ന എന്തൊക്കെയായിരിക്കും? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെന കവ. അവിടുന്ന് ട്രൈക്കസ്പിഡ് വാൽവ് വഴി റൈറ്റ് ഏട്രിയത്തിൽ വരും. ആൻഡ് ഫ്രം റൈറ്റ് ഏട്രിയം പൾമിനറി ആർട്ടറീസ് വരും. പൾമിനറി ആർട്ടറീസ് വഴി അത് പൾമിനറി സർക്കുലേഷൻ വിൽ ഗോസ് ടു ദ ലങ്സ് ആൻഡ് ലങ്സിൽ നിന്ന് pure blood will comes to the left atrium via pulmonary vein and left atrium in the tricuspid or mitral valve vadi left ventricle varum and from left ventricle aorta vadi nammade circulation like systemic circulation like pogum. So heart ne 4 chambers undayirikkum, 2 atrium 2 ventricle, right and left atrium and right and left ventricle. ഇനി ഏട്രിയ രണ്ടും, ഈ 2 ഏട്രിയ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെൻട്രിക്കിളിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഏട്രിയ ലൈസ് എബോവ് ആൻഡ് ബിഹൈൻഡ് ദ വെൻട്രിക്കിൾ. ഏട്രിയ രണ്ടും നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 ഏട്രിയം വന്നിട്ട് ഇറ്റ് ലൈസ് എബോവ് ആൻഡ് ബിഹൈൻഡ് ദ വെൻട്രിക്കിൾ. ഇപ്പം 2 ഏട്രിയം കൊണ്ട് 2 വെൻട്രിക്കിൾ എന്ന് പറയുന്നത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. അതൊരു ഒന്ന് ബാക്കിലോട്ട് ചരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം വന്നിട്ട് നമുക്ക് ആന്റീരിയർലി കാണാനേ പറ്റില്ല, അത് ബാക്കിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഹാർട്ടിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വന്നിട്ട് ഒരിക്കലും ഇപ്പം ഇത് കാണുകയാണെങ്കിൽ ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം ആയിരിക്കും. അല്ലാണ്ട് നമ്മളിപ്പോ 4 വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ മേലേം താഴെ അങ്ങനെ ആയിരിക്കത്തില്ല. ഹാർട്ട് നമ്മുടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഏട്രിയം വന്ന് ബാക്ക്വേർഡ് ആൻഡ് ഏട്രിയുടെ വന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ 2 ഏട്രിയുടെയും പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ലൈസ് എബോവ് ആൻഡ് ബാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. വെൻട്രിക്കിളിന് മേലെ ആയിരിക്കും, പക്ഷെ ബിഹൈൻഡ് ആയിരിക്കും. ഇറ്റ് ലൈസ് എബോവ് ആൻഡ് ബിഹൈൻഡ് വെൻട്രിക്കിൾ ആയിട്ടായിരിക്കും കാണുന്നത് ഏട്രിയം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഏട്രിയം നമുക്ക് കാണാനില്ല. ലെഫ്റ്റ് ഏട്രിയം ബാക്കിലായിരിക്കും കാണുന്നത്. പോസ്റ്റീരിയറിലോട്ടായിരിക്കും ലെഫ്റ്റ് ഏട്രിയം അധികമായിട്ട് ഉണ്ടാകുക. സോ ഹാർട്ടിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഏട്രിയം വന്ന് ഇറ്റ് ലൈസ് എബവ് ദ വെൻട്രിക്കിൾ ആൻഡ് ബാക്ക്വേർഡ് ആയിരിക്കും. എബവ് ആൻഡ് ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും ഏട്രിയം വന്നിട്ട് വെൻട്രിക്കിളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കുക. സോ ഇനി ഒരു ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ഒരു എപ്പെക്സ് ഉണ്ടായിരിക്കും. എപ്പെക്സ് എങ്ങോട്ടായിരിക്കും? എപ്പെക്സ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഡൗൺവേർഡ്, ഫോർവേഡ് ആൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഇതായിരിക്കും ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് പറയുന്നത്. എപ്പെക്സ് എങ്ങോട്ടേക്കായിരിക്കും? എപ്പെക്സ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ്, ഫോർവേഡ്സ് ആൻഡ് ദ ലെഫ്റ്റ്. സോ ഇത് എന്തായിരിക്കും? അപ്പൊ എപ്പെക്സ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടായിരിക്കും. സോ വാട്ട് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്? ഈ ഒരു പാർട്ട് എന്തായിരിക്കും പറയുന്നത്? എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം ആൻഡ് ബിഹൈൻഡ് ആയിരിക്കും നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം വരുന്നത്. സോ വാട്ട് ഈസ് എപ്പെക്സ് എന്തായിരിക്കും? എപ്പെക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് ഓർ ഫോംഡ് എൻറ്റയർലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും എപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് എപ്പെക്സ് ഡൗൺവേർഡ്, ഫോർവേഡ് ആൻഡ് ലെഫ്റ്റിലോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് എൻറ്റയർലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇവിടെ വരുന്ന പോർഷൻ ആയിരിക്കും നമുക്ക് ബേസ് ഈസ് ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും അപ്പൊ വരുന്നത്? ബേസിന് നമുക്ക് പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയാം. Base is formed mainly by the left atrium and a small portion by the right. നമ്മൾ ഈ പോസ്റ്റീരിയറിൽ ഉണ്ടാകുന്ന സർഫസിനായിരിക്കും ബേസ് എന്ന് പറയുന്നത്. അവിടെ മെയിൻ ആയിട്ട് വരുന്നത് റൈറ്റ് ഏട്രിയം, ഒരു ചെറിയ പോർഷൻ ലെഫ്റ്റ് ഏട്രിയം, ചെറിയ പോർഷൻ റൈറ്റ് ഏട്രിയം ആയിരിക്കും ബേസ് ഫോം ചെയ്യുന്നത്. സോ എപ്പെക്സ് ഈസ് ഫോംഡ് ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ while base is formed by left atrium and a small portion of right atrium. ഇനി അതിന്റെ സർഫസസ് നോക്കുകയാണെങ്കിൽ 3 സർഫസസ് ഉണ്ടായിരിക്കും. ആന്റീരിയർ സർഫസ് ഇത്ര ആയിരിക്കും. ആന്റീരിയർ സർഫസ്, ഇൻഫീരിയർ സർഫസ് ആൻഡ് ലെഫ്റ്റ് സർഫസ്. ആന്റീരിയർ സർഫസ്, inferior surface and left surface. So first is anterior surface. It is also called as sternocostal surface. Anterior surface എന്താ പറയുന്നത്? Anterior surface is also called as sternocostal surface എന്നായിരിക്കും പറയുന്നത്. It is formed mainly by the right atrium and right ventricle. Anterior surface is formed mainly by the right atrium and right ventricle. Partially by the left ventricle ഉണ്ടായിരിക്കും. Partially by the left ventricle. Left atrium on the anterior surface കാണാൻ പറ്റില്ല നമുക്ക്. Left atrium is not seen in the anterior surface. So anterior surface is made up of
right atrium, right ventricle and a part of left atrium, left ventricle. Anterior surface നമുക്ക് left atrium കാണാൻ പറ്റില്ല. So 3 surfaces are there: anterior surface, lateral surface and left surface and inferior surface. So anterior surface is also called as sternocostal surface. അവിടെ എന്തൊക്കെയായിരിക്കും made up of ഏതൊക്കെ പാർട്ടായിരിക്കും ഉണ്ടാകുന്നത്? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എ പാർട്ട് ഓഫ് ലെഫ്റ്റ് ventricle. Left atrium won't be present in the anterior surface. Second is ഏതായിരിക്കും? Inferior or diaphragmatic surface. Inferior or diaphragmatic surface. So inferior or diaphragmatic surface അതിന്റെ lateral left 2/3 വന്നിട്ട് formed by left ventricle, right 1/3 by right ventricle ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതായിരിക്കും inferior surface എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ lateral 2/3 by left ventricle and medial 1/3 by right ventricle ആയിരിക്കും ഫോം ചെയ്യുന്നത്. And left surface നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സർഫസ് എന്തായിരിക്കും? മെയിൻലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പർ പാർട്ടിൽ മാത്രം എന്ത് വരും? ലെഫ്റ്റ് ഓറിക്കിൾ വരും. സോ ലെഫ്റ്റ് സർഫസ് ഇസ് ഫോംഡ് മെയിൻലി ബൈ ഓർ മോസ്റ്റ്ലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അപ്പർ എൻഡിൽ മാത്രം ലെഫ്റ്റ് ഓറിക്കിൾ വരും. സോ ഇതായിരിക്കും എന്ത്? ഹാർട്ടിന്റെ സർഫസസ് എന്ന് പറയുന്നത്. ദെൻ ഹാർട്ടിന്റെ ബോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ 4 ബോർഡേഴ്സ് ആയിരിക്കും ഉള്ളത്: അപ്പർ ബോർഡർ, ലോവർ ബോർഡർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോർഡർ. upper border, lower border, right and left border. upper border ഇതിൽ നോക്കാൻ നമുക്ക് ഇത് കാണാൻ പറ്റും. ലെഫ്റ്റ് ഏട്രിയം കണ്ടോ? പോസ്റ്റീരിയർ ആയിരിക്കും ലെഫ്റ്റ് ഏട്രിയം വരുന്നത്. ആൻഡ് 4 ബോർഡേഴ്സ് ആയിരിക്കും ഉള്ളത്: അപ്പർ ബോർഡർ, ലോവർ ബോർഡർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോർഡർ. സോ ഇതേപോലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ അപ്പറിൽ എന്ത് വരും? അപ്പറിലോട്ട് നമ്മൾ പറഞ്ഞില്ല, അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡിലോട്ട് വരുന്നത് എന്തായിരിക്കും? നമ്മുടെ ഏട്രിയം ആയിരിക്കും. സോ അപ്പറിൽ എന്തായിരിക്കും? അപ്പർ ബോർഡർ ഇസ് ഫോംഡ് മെയിൻലി ബൈ 2 ഏട്രിയ, ചീഫ്ലി വന്ന് ലെഫ്റ്റ് ഏട്രിയ ആയിരിക്കും. ലോവർ ബോർഡിൽ അപ്പൊ എന്തായിരിക്കും? ലോവർ ബോർഡിൽ മെയിൻലി വരുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എ സ്മോൾ പോർഷൻ ഓഫ് ദ അതിന്റെ നമ്മുടെ എപെക്സിന്റെ ഭാഗത്ത് ഒരു സ്മോൾ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളും വരും. ദെൻ റൈറ്റ്ലി റൈറ്റ് ഏട്രിയം, ലെഫ്റ്റില് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് പാർഷ്യലി ദ ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും വരുന്നത്. അങ്ങനെ നമ്മുടെ ഹാർട്ടിന്റെ പാർട്സ് നോക്കുവാണെങ്കിൽ ഒരു എപെക്സ് ഉണ്ടായിരിക്കും. എപെക്സ് ഇസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ്, ബാക്ക്വേർഡ്സ്, ഡൗൺവേർഡ്, ഫോർവേഡ് ആൻഡ് ലെഫ്റ്റിലോട്ടായിരിക്കും എപെക്സ്. എപെക്സ് ഈസ് ഫോംഡ് ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിന് നമുക്ക് പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയാം. ബേസ് അപ്പൊ എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? ബേസ് ഈസ് ഫോംഡ് ബൈ ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും ബേസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഒരു ചെറിയ പാർട്ട് റൈറ്റ് ഏട്രിയം ഉണ്ടായിരിക്കും. ദെൻ 3 സർഫസസ് ഉണ്ടായിരിക്കും: ആന്റീരിയർ സർഫസ്, inferior surface and a left surface. Anterior surface is made by right atrium, right ventricle and a part of left ventricle. Left surface is formed by left atrium, upper le matram left auricle varum. Then inferior surface is made by right ventricle and left ventricle. Lateral to the left ventricle ഇങ്ങോട്ടേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ആയിരിക്കും inferior surface ഫോം ചെയ്യുന്നത്. ദെൻ 4 ബോർഡേഴ്സ് ഉണ്ടായിരിക്കും: upper, lower, left and right border. upper, lower, left and right borders ആയിരിക്കും. upper border എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? upper border is formed by 2 atria, lower border is formed by 2 ventricle, mostly right ventricle ആയിരിക്കും. റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അപ്പർ സർഫസിൽ മാത്രം ലെഫ്റ്റ് ഓറിക്കിൾ വരും. ഇതായിരിക്കും ഹാർട്ടിന്റെ. ഇനി നമ്മൾ റൈറ്റ് ഏട്രിയത്തിനെ പറ്റി പറയാണ്. സോ റൈറ്റ് ഏട്രിയത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം, റൈറ്റ് ഏട്രിയത്തിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്, SA നോഡ്. സോ എന്തുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ എന്ന് പറയുന്നത്? അവിടെ നിന്നായിരിക്കും നമ്മുടെ ഹാർട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് SA നോഡ്, പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്? റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ പോർഷനിലായിരിക്കും SA നോഡ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലോട്ടുള്ള ട്രിബ്യൂട്ടറീസ് എവിടെ നിന്നൊക്കെ ആയിരിക്കും റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് വരുന്നത്? SVC and IVC, superior vena cava, inferior vena cava, then coronary sinus, anterior cardiac vein, vena cava minima, also called as Thebassian vein, and right marginal veins. ഈ ലാസ്റ്റത്തെ 4 എണ്ണം, coronary sinus, anterior cardiac vein, vena cava minima and right marginal veins, ഇതെല്ലാം വന്നിട്ട് കാർഡിയാക്കിന്ന് ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസ് ആയിരിക്കും. ഹാർട്ടിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസ് ആയിരിക്കും ഏതൊക്കെ? coronary sinus, anterior cardiac vein, vena cava minima and right marginal vein. While SVC and IVC, the other parts of the body in the drain ചെയ്ത് വരുന്നതായിരിക്കും superior vena cava and inferior vena cava. ഇതെല്ലാം വന്ന് എങ്ങോട്ടേക്കായിരിക്കും ഓപ്പൺ ആകുന്നത്? ടുവേർഡ് റൈറ്റ് ഏട്രിയത്തിലായിരിക്കും ഇതെല്ലാം വന്ന് ഓപ്പൺ ആകുന്നത്. ഇനി റൈറ്റ് ഏട്രിയത്തിന്റെ സൈനസ് വേനോറം, അതായത് പോസ്റ്റീരിയർ സ്മൂത്ത് പോസ്റ്റീരിയർ സർഫസ്
സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ റൈറ്റ് ഏട്രിയം എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡെവലപ്പ് ഫ്രം ദ റൈറ്റ് ഹോൺ ഓഫ് വീനസ് സൈനസ്. ഇന്റർ ഏട്രിയൽ സെപ്റ്റം വന്ന് ഡെവലപ്പ് ആവുന്ന എവിടെ നിന്നായിരിക്കും? സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡത്തിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം. രണ്ട് ഏട്രിയത്തിനിടയ്ക്കുള്ള ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം ഡെവലപ്പ് ആകുന്നത് സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡത്തിൽ നിന്നായിരിക്കും. സോ ഫോസ ഓവാലിസ് എന്തായിരിക്കും? നമ്മുടെ ഫൊറാമൻ ഒവേലിന്റെ ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് കാണുന്നത്? ഫോസ. അത് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് foramen ovalis എന്തായിട്ട് കാണും? ഫോസ ഓവാലിസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം. ഫൊറാമൻ ഒവേൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഹോൾ ഇൻ ദ സെപ്റ്റം സെക്കൻഡം. സെപ്റ്റം സെക്കൻഡത്തിലുള്ള ഒരു ഹോൾ ആയിരിക്കും ഫൊറാമൻ ഒവേൽ എന്ന് പറയുന്നത്. അത് വന്നിട്ട് സെപ്റ്റം പ്രൈമം വന്നായിരിക്കും ക്ലോസ് ചെയ്യേണ്ടത്. അത് ക്ലോസ് ചെയ്യാത്തത് ആഫ്റ്റർ ബർത്ത് ആയിട്ട് കാണുന്ന കണ്ടീഷൻ ആയിരിക്കും നമ്മൾ ഫോസ ഓവാലിസ് എന്ന് പറയും. അത് എവിടെ കാണും? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം. സോ റൈറ്റ് ഏട്രിയത്തിൽ പറയാനാണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എസ് എ നോഡ്. എസ് എ നോഡ് എന്തായിരിക്കും? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ആയിരിക്കും. അപ്പർ പാർട്ടിലായിരിക്കും അത് കാണുന്നത്. ട്രിബ്യൂട്ടറീസ് ഓഫ് റൈറ്റ് ഏട്രിയം നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്ന വെസൽസ് നോക്കുവാണെങ്കിൽ സുപ്പീരിയർ വെനാക്കവ, ഇൻഫീരിയർ വെനാക്കവ, ദെൻ കാർഡിയാക്കിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നത് കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ, വെനെ കോഡസ് ഓൾസോ കോൾഡ് ആസ് സെബസ്റ്റിയൻ വെയിൻ ആൻഡ് റൈറ്റ് മാർജിനൽ വെയിൻ. ദെൻ നമ്മുടെ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡെവലപ്പ് ഫ്രം ദ സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡം. Sinus venorum is a smooth posterior part of the right atrium is sinus venorum of right atrium എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? It develops from the right horn of the venous sinus. Then foramen oval ഒരു ഹോൾ ആയിരിക്കും നമ്മുടെ സെപ്റ്റം സെക്കൻഡത്തിലുള്ള. അത് ആഫ്റ്റർ ബർത്ത് ക്ലോസ് ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇറ്റ് പ്രസന്റ് ആസ് എ ഹോൾ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ പാർട്ടിൽ അത് പ്രസന്റ് ആയിരിക്കും. അത് ഫോസ ഒവാലിസ് എന്നായിരിക്കും അപ്പൊ പറയണത്. Then comes the left atrium. ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എന്തായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ 4 പൾമിനറി വെയിൻ വന്ന് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടായിരിക്കും. ഇനി വാൽവ്സ് ഏതൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ റൈറ്റ് എ വി വാൽവ്, ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് റൈറ്റ് സൈഡിൽ ഏതായിരിക്കും? ട്രൈകസ്പിഡ്. വൈൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ബൈകസ്പിഡ് ഓർ മൈട്രൽ വാൽവ്. അയോട്ടിക് ആൻഡ് പൾമിനറിയിലുള്ളത് സെമി ലൂണർ. അതിന് 3 കസ്പ് ആയിരിക്കും ഉള്ളത്. സോ റൈറ്റ് എ വി വാൽവ് എന്ന് പറയുന്നത് ട്രൈകസ്പിഡ് ആയിരിക്കും. ലെഫ്റ്റ് എ വി വാൽവ് ഇസ് ബൈകസ്പിഡ് ഓൾസോ കോൾഡ് ആസ് മിട്രൽ വാൽവ്. ആൻഡ് അയോട്ടിക് ആൻഡ് പൾമിനറി ഉള്ളത് സെമി ലൂണർ വാൽവ് ആയിരിക്കും. 3 കസ്പ് ആയിരിക്കും അവിടെ ഉള്ളത്. ദെൻ എസ് എ നോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ എസ് എ നോഡ് എന്തായിരിക്കും? പേസ് മേക്കർ. എവിടെ കാണും? റൈറ്റ് ഏട്രിയത്തിലായിരിക്കും കാണുന്നത്. സോ ഇറ്റ് ഇനീഷ്യേറ്റ് ദ ഹാർട്ട് ബീറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പേസ് മേക്കർ. എത്ര റേറ്റിലായിരിക്കും ഹാർട്ട് റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇഫ് ദ ഇമ്പൾസസ് ആർ ബിഗിൻസ് ഓൺ ദ പേസ് മേക്കർ, എസ് എ നോഡിനാണ് ഹാർട്ട് റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ റിതമിസിറ്റി 70 ബീറ്റ്സ് പെർ മിനിറ്റിലായിരിക്കും ഹാർട്ട് റേറ്റ് ഉണ്ടാകുക. ഇഫ് ദ റിതം ഈസ് ബിഗിനിങ് ഫ്രം ദ എസ് എ നോഡ്. ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആയിരിക്കും എസ് എ നോഡ്. എവിടെ കാണും? ഏട്രിയോ കാവൽ ജംഗ്ഷൻ ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ സൾക്കസ് ടെർമിനാലിസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് ഏട്രിയം. എവിടെ? ഏട്രിയോ കാവൽ ജംഗ്ഷൻ. നമ്മുടെ വീനോ കാവലിന്റെ വന്ന് ഓപ്പണിംഗിന്റെ മേലെ ഏട്രിയോ കാവൽ ജംഗ്ഷന് അപ്പർ പാർട്ട് ഓഫ് ദ സൾക്കസ് ടെർമിനാലിസിലായിരിക്കും എന്ത് കാണുക? എസ് എ നോഡ് സിറ്റുവേറ്റഡ് ആയി ഉണ്ടാവുക. സോ എസ് എ നോഡ് അതിന്റെ റിതമിസിറ്റി എസ് എ നോഡിനാണ് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റ് എത്രയായിരിക്കും? 70 ബീറ്റ് പെർ മിനിറ്റിലായിരിക്കും ഹാർട്ടിന്റെ ബീറ്റ് ഉണ്ടാകുക. is located in the atriocaval. ഇനി എ വി നോഡ് നോക്കുവാണെങ്കിൽ എ വി നോഡ് എവിടെ കാണും? നമ്മുടെ ലോവർ ആൻഡ് ഡോർസൽ പാർട്ട് ഓഫ് ദ ഏട്രിയൽ സെപ്റ്റം. ഏട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ പാർട്ടിലായിട്ടായിരിക്കും കാണുന്നത് എ വി നോഡ്. എ വി നോഡിനാണ് റിതമിസിറ്റി ഉണ്ടാകുന്നതെങ്കിൽ 60 പെർ മിനിറ്റിലായിരിക്കും റിതമിസിറ്റി ഉണ്ടാകുക, അതിന്റെ ബീറ്റ്സ് ഉണ്ടാകുക. So it is located on the lower and dorsal part of atrial septum, just above the opening of coronary sinus. Coronary sinus വന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് ജസ്റ്റ് എബോ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? എ വി നോഡ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ ഈ ഫുൾ കണ്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ സപ്ലൈ നോക്കുവാണെങ്കിൽ ഈ എ വി നോഡിന്റെ കുറച്ച് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റത്തിന്റെ ലെഫ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എ വി ബണ്ടിൽ ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനെയും സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. വൈൽ ദ ലെഫ്റ്റ് ബ്രാഞ്ച് ഓഫ് എ വി ബണ്ടിൽ മാത്രം സപ്ലൈ ചെയ്യുന്നത്
ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. സോ SA നോഡ് ആൻഡ് AV നോഡ്, SA നോഡ് എന്ന് പറഞ്ഞാൽ 70 ബീറ്റ് പെർ മിനിറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ പേസ് മേക്കർ, ഹോർഷൂ ഷേപ്ഡ് ആയിരിക്കും. ഏട്രിയോ കാവൽ ജംഗ്ഷൻ ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് സൾക്കസ് ടെർമിനാലിസ് ആയിരിക്കും. റൈറ്റ് ഏട്രിയത്തില് അപ്പർ പാർട്ട് ഓഫ് സൾക്കസ് ടെർമിനാലിസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് SA നോഡ്. വൈൽ AV നോഡ് എവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ ആൻഡ് ഡോസൽ പാർട്ട് ഓഫ് ദ ഏട്രിയൽ സെപ്റ്റം. ഏട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ ആൻഡ് ഡോസൽ പാർട്ട് ജസ്റ്റ് അബവ് ദ ഓപ്പണിംഗ് ഓഫ് കൊറോണറി സൈനസിലായിരിക്കും AV നോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കണ്ടക്റ്റീവ് സിസ്റ്റത്തിന് ഫുള്ള് സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും, എക്സെപ്റ്റ് ലെഫ്റ്റ് ബ്രാഞ്ച് ഓഫ് AV ബണ്ടിൽ അതിന് സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. സോ ഇനി ആർട്ടീരിയൽ സപ്ലൈ നോക്കുവാണെങ്കിൽ ആർട്ടീരിയൽ സപ്ലൈ ബൈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്നായിരിക്കും അറേസ് ചെയ്യണത്? അസെൻഡിങ് അയോർട്ടയിൽ നിന്നായിരിക്കും അറേസ് ചെയ്യണത് ബോത്ത് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. സോ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ സപ്ലൈ നോക്കുവാണെങ്കിൽ റൈറ്റ് കൊറോണറി ആർട്ടറി സ്മോളർ ദാൻ ദ ലെഫ്റ്റ്. ലെഫ്റ്റിനെക്കാളും സ്മോളർ ആയിരിക്കും റൈറ്റ് സൈഡിൽ. അത് ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ ആന്റീരിയർ അയോട്ടിക് സൈനസ്. ആന്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നായിരിക്കും റൈറ്റ് കൊറോണറി ആർട്ടറി ഡെവലപ്പ് ചെയ്യുന്നത്. ബൈ ലെഫ്റ്റ് വന്നിട്ട് അറേസ് ഫ്രം ദ പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ്. ആന്റീരിയറിൽ നിന്നായിരിക്കും റൈറ്റ് കൊറോണറി ആർട്ടറി അറേസ് ചെയ്യുന്നത് ഫ്രം ദ ആന്റീരിയർ അയോട്ടിക് സൈനസ്, വൈൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അറേസ് ഫ്രം ദ ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നായിരിക്കും ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അറേസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ റൈറ്റ് അല്ലേ? സോ റൈറ്റ് ഏട്രിയം വരും. റൈറ്റ് ഏട്രിയം വെൻട്രിക്കിൾ ആലോചിക്കുക. റൈറ്റ് ഏട്രിയം കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഗ്രേറ്റർ പാർട്ട് ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ എവിടെ ആയിരിക്കും ഇല്ലാത്തത്? നമ്മുടെ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ മാത്രം ഉണ്ടായിരിക്കത്തില്ല. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൾ നിയർ ടു ദ ഒരു സ്മോൾ ഏരിയ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദ ഏരിയ അഡ്ജോയിനിങ് ദ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, then posterior part of the interventricular septum and whole of the conducting system except a part of the left AV branch. So area of distribution of right coronary artery നോക്കുവാണെങ്കിൽ right atrium full വരും. Right ventricle except a small part near the interventricular septum. Interventricular septത്തിന്റെ ഒരു ചെറിയ പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഈ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ വരുന്ന ഒരു പാർട്ട് ഒഴിച്ച് ആ ഒരു പാർട്ട് മാത്രം ദെൻ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ആൻഡ് ദ ഹോൾ കണ്ടക്ടിങ് സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. ഇത് ആലോചിച്ചാൽ മതി. നമ്മുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കും. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറി റൈറ്റ് സൈഡിനെയും സപ്ലൈ ചെയ്യും, ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ പോസ്റ്റീരിയർ പാർട്ടിനെ സപ്ലൈ ചെയ്യും. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് ആന്റീരിയർ പാർട്ട് സപ്ലൈ ചെയ്യുന്നത് അതായിരിക്കും ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ പോസ്റ്റീരിയർ പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. സോ റൈറ്റ് കൊറോണറി ആർട്ടറി എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും? റൈറ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ടാകും, റൈറ്റ് വെൻട്രിക്കിളിനെ സപ്ലൈ ചെയ്യുന്നുണ്ടാകും, എക്സെപ്റ്റ് എ സ്മോൾ പോർഷൻ വിച്ച് ഈസ് നിയർ ടു ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. നമ്മുടെ അഡ്ജോയിനിങ് നമ്മുടെ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് അടുത്തുള്ള ഒരു ചെറിയ പോർഷൻ വെച്ച് ബാക്കി ഫുൾ പോർഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, റൈറ്റ് വെൻട്രിക്കിളിനെ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഒരു സ്മോൾ പോർട്ട് എവിടെയുള്ള ഏരിയ അഡ്ജോയിനിങ് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റമായിട്ട് അഡ്ജോയിനിങ് ആയിട്ടുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഒരു പോർഷനെയും റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ആൻഡ് ദ കണ്ടക്ടിങ് സിസ്റ്റം. ഇത്തരത്തിനായിരിക്കും റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്. വൈ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? ലെഫ്റ്റ് ഏട്രിയം ഫുൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഗ്രേറ്റർ പാർട്ട് നമ്മുടെ പോസ്റ്റീരിയർ ആസ്പെക്ടോട്ട് ജോയിൻ ചെയ്യുന്ന ഒഴിച്ച് ബാക്കി ഫുൾ പാർട്ടിനെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഇത് നേരത്തെ റൈറ്റ് ആയിട്ട് ഒരു എക്സെപ്റ്റ് പറഞ്ഞില്ലേ, അതിനെയും സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. എ സ്മോൾ ഏരിയ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ, ദെൻ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഇൻട്രാ സെപ്റ്റം സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും? ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. സോ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഇറ്റ് അറേസ് ഫ്രം ദ ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ്. റൈറ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്നായിരിക്കും? ആന്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നായിരിക്കും അറേസ് ചെയ്യുന്നത്. ആൻഡ് ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും? റൈറ്റിലാണെങ്കിൽ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റിലായപ്പോൾ ലെഫ്റ്റ് ഏട്രിയം, റൈറ്റിലാണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ, എ സ്മോൾ ഏരിയ എക്സെപ്റ്റ് എ സ്മോൾ ഏരിയ അഡ്ജോയിൻ ടു ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. ആ ഏരിയനെ ആര് സപ്ലൈ ചെയ്യും? ലെഫ്റ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യും. ദെൻ എ സ്മോൾ ഏരിയ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിയർ ടു ദ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന റൈറ്റ് ആയിരിക്കും. ബാക്കി റിമൈനിങ് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ ഫുള്ള് സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ആണെങ്കിൽ
anterior aspect of interventricular septum supply ചെയ്യുന്നത് left coronary artery ആയിരിക്കും. And the conducting system except left branches of the AV bundle ബാക്കി full supply ചെയ്യുന്നത് ആരായിരിക്കും? റൈറ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. ആ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ഓഫ് ദ എവിനെ മാത്രം സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയിരിക്കും. ദെൻ വീനസ് ഡ്രെയിനേജ് നോക്കുവാണെങ്കിൽ മെയിൻലി പറയുകയാണെങ്കിൽ കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ ആൻഡ് വീനെ കാർഡെ മിനിമെ, ഇതായിരിക്കും മെയിൻലി 3 വെയിനസ് ഡ്രെയിനേജ് ഓഫ് ഹാർട്ടിൽ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ ആൻഡ് വീനെ കാർഡെ മിനിമെ, ഓൾസോ കോൾഡ് ആസ് സെബാസ്റ്റ്യൻ വെയിൻ. So coronary sinus ആയിരിക്കും ഹാർട്ടിന്റെ വെയിനിലെ ലാർജസ്റ്റ് വെയിൻ. ഇറ്റ് ഈസ് 3 cm ലോങ് ആയിരിക്കും. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ പോസ്റ്റീരിയർ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ AV വാൽവ് എവിടെ കാണും? AV വാൽവ് കൊറോണറി സൈനസിന്റെ ഓപ്പണിംഗിന്റെ മുകളിലായിട്ടായിരിക്കും കാണുന്നത്. ദെൻ ഇതിലോട്ടുള്ള ട്രിബ്യൂട്ടറീസ് ഓഫ് ദ കൊറോണറി സൈനസ് നോക്കുവാണെങ്കിൽ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ, മിഡിൽ കാർഡിയാക് വെയിൻ, സ്മോൾ കാർഡിയാക് വെയിൻ, പോസ്റ്റീരിയർ വെയിൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഒബ്ലിക് വെയിൻ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് മാർജിനൽ വെയിൻ. ഇത്ര ആയിരിക്കും കൊറോണറി സൈനസിന്റെ ട്രിബ്യൂട്ടറീസ് നോക്കുവാണെങ്കിൽ. സോ കൊറോണറി ഹാർട്ട് വീനസ് ഡ്രെയിനേജ് ഓഫ് ഹാർട്ട് എന്ന് പറയുകയാണെങ്കിൽ കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ ആൻഡ് വീനെ കാർഡെ മിനിമ ആയിരിക്കും. കൊറോണറി സൈനസ് ആയിരിക്കും ഇതിനകത്ത് ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത്. 3 cm ലോങ് ആയിരിക്കും. എങ്ങോട്ടേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? ഇറ്റ് ഓപ്പൺ ഇൻ ടു ദ പോസ്റ്റീരിയർ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. അതിന്റെ ട്രിബ്യൂട്ടറീസ് ഓഫ് ദിസ് കൊറോണറി സൈനസ് എന്തൊക്കെ വെയിൻ ആയിരിക്കും അവിടെ വരുന്നത് നോക്കുവാണെങ്കിൽ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ, മിഡിൽ കാർഡിയാക് വെയിൻ, സ്മോൾ കാർഡിയാക് വെയിൻ, പോസ്റ്റീരിയർ വെയിൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കൽ, ഒബ്ലിക് വെയിൻ ഓഫ് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് മാർജിനൽ വെയിൻ. ദെൻ ദ അതർ 2 വെയിൻസ് ഏതൊക്കെയായിരിക്കും? ആന്റീരിയർ കാർഡിയാക് വെയിനും വീനെ കാർഡെ മിനിമയും. വീനെ കാർഡെ മിനിമ ആയിരിക്കും ഏറ്റവും ചെറിയ വെയിൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും വന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഇറ്റ് ഓപ്പൺസ് ഡയറക്ട്ലി ഇൻ ടു ദ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഡയറക്ട്ലി ഓപ്പൺ ആകും. ഇതായിരിക്കും ഹാർട്ടിന്റെ വീനസ് ഡ്രെയിനേജ്. ദെൻ ലിംഫാറ്റിക്സ് നോക്കുവാണെങ്കിൽ റൈറ്റ് ട്രങ്ക് എവിടെയായിരിക്കും എൻഡ് ചെയ്യണത്? റൈറ്റ് ട്രങ്ക് എൻഡ്സ് ഇൻ ദ ബ്രേക്കിയോസെഫാലിക് നോഡ്സ്, ലെഫ്റ്റ് ട്രങ്ക് ട്രക്യോ ബ്രേക്കിയൽ നോഡ്സിലായിരിക്കും എൻഡ് ചെയ്യണത്. റൈറ്റ് ട്രങ്ക് ബ്രേക്കിയോസെഫാലിക്കിലും ലെഫ്റ്റ് ട്രങ്ക് ട്രക്യോ ബ്രേക്കിയലിലായിരിക്കും ഡ്രെയിൻ ചെയ്യണത്. ദെൻ നെർവ് സപ്ലൈ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ലങ്സിൽ പഠിച്ചതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വേഗസ് ആയിരിക്കും. അതിവിടെ എന്തായിരിക്കും? കാർഡിയോ ഇൻഹിബിറ്ററി ആയിരിക്കും. സിമ്പത്തറ്റിക് 2nd to 5th സ്പൈനൽ നെർവ്, അത് കാർഡിയോ ആക്സിലറേറ്ററി ആയിരിക്കും. സോ നെർവ് സപ്ലൈ പാരാസിമ്പത്തറ്റിക് വേഗസ് ആയിരിക്കും, അത് കാർഡിയോ ഇൻഹിബിറ്ററി ആയിരിക്കും. വൈൽ സിമ്പത്തറ്റിക് 2 to 5th സ്പൈനൽ നെർവ്സ് ആയിരിക്കും, അത് കാർഡിയോ ആക്സിലറേറ്ററി ആയിരിക്കും. ഇനി പറയുന്നത് ഫീറ്റൽ സർക്കുലേഷൻ. ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫീറ്റൽ സർക്കുലേഷൻ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുന്നത്? 2 ആർട്ടറി ആൻഡ് 1 വെയിൻ. ഫീറ്റലിനകത്ത് ഉണ്ടായിരിക്കുന്നത് 2 ആർട്ടറി ആൻഡ് 1 വെയിൻ ആയിരിക്കും. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നിട്ട് ഫീറ്റസിൽ നിന്ന് സിംഗിൾ അംബലിക്കൽ വെയിൻ വഴിയായിരിക്കും, സോറി പ്ലാസന്റ് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങനെയായിരിക്കും വരുന്നത്? ത്രൂ എ സിംഗിൾ അംബലിക്കൽ വെയിൻ ആയിരിക്കും. ഈ അംബലിക്കൽ വെയിൻ ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ലിഗമെന്റം ടെറീസ്. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ് റീച്ചസ് ദ ഫീറ്റസ് ത്രൂ എ സിംഗിൾ അംബലിക്കൽ വെയിൻ. അതിന് ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ലിഗമെന്റം ടെറീസ്. ഇനി ആ അംബലിക്കൽ വെയിൻ മേലെ വന്നിട്ട് അത് ലിവറിൽ കയറാതെ ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇറ്റ് ജോയിൻ ദ ഇൻഫീരിയർ വെന കവ. ഇതുവഴിയായിരിക്കും വയ ഡക്ടസ് വീനോസസ്. സോ അംബലിക്കൽ വെയിൻ വഴി ബ്ലഡ് വന്നിട്ട് ഫീറ്റസിനകത്ത് വന്ന് അത് ലിവറിനെ ബൈപ്പാസ് ചെയ്ത് ഇൻഫീരിയർ വെന കവയിലോട്ട് ഡ്രെയിൻ ആകും. ഇതുവഴി ത്രൂ ഡക്ടസ് വീനോസസ്. ഈ ആഫ്റ്റർ ബർത്ത് ദിസ് ഡക്ടസ് വീനോസസ് എന്തായിട്ടായിരിക്കും അറിയപ്പെടുന്നത്? ലിഗമെന്റം വീനോസം. ഇനി ഇൻഫീരിയർ വെന കവ എവിടെ ചെല്ലും? റൈറ്റ് ഏട്രിയത്തിൽ ചെല്ലും. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ പൾമണറി ട്രങ്കിലോട്ടൊന്നും പോകാണ്ട് അത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകും ത്രൂ ദ ഫൊറാമൻ ഒവേൽ. ഫൊറാമൻ ഒവേൽ എവിടെ കാണും? ഇൻട്രോ ഏട്രിയൽ സെപ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഹോൾ ആയിരിക്കും ഫൊറാമൻ ഒവേൽ. സോ ആ ഫൊറാമൻ ഒവേൽ വഴി റൈറ്റ് ഏട്രിയത്തിൽ വന്ന ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ആൻഡ് ഫൊറാമൻ ഒവേൽ ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ഫോസ ഓവാലിസ്. ദെൻ ഇനി തിരിച്ച് ഈ ഫോസ് നമ്മുടെ ബ്ലഡ് തിരിച്ച് പുറത്തേക്ക് വരുന്ന ഏതുവഴിയായിരിക്കും? അംബലിക്കൽ ആർട്ടറി ആയിരിക്കും. അത് 2 എണ്ണം ഉണ്ടായിരിക്കും, 2 അംബലിക്കൽ ആർട്ടറി. അത് ഇറ്റ് റിട്ടേൺ ബ്ലഡ് ടു ദ പ്ലാസെന്റ. ആഫ്റ്റർ ബർത്ത് അത് മീഡിയൻ അംബലിക്കൽ ലിഗമെന്റ് എന്നായിരിക്കും അറിയുന്നത്. ആഫ്റ്റർ ബർത്ത് ഇറ്റ് ഈസ് കോൾഡ് ആസ് മീഡിയൽ അംബലിക്കൽ ലിഗമെന്റ്. ഇനി ഡീഓക്സിനേറ്റഡ് ബ്ലഡ്
നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെ ചെല്ലും? വയ SVC പൾമിനറി ട്രങ്കിൽ വരും. അതായത് സുപ്പീരിയർ വിനാക്ക വഴി നമ്മുടെ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് വന്നിട്ട് എവിടെ വരുന്നു? സുപ്പീരിയർ വിനാക്ക വഴി റൈറ്റ് ഏട്രിയത്തിൽ വന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു. അത് വന്നിട്ട് പൾമിനറി ട്രങ്ക് വഴി പോകുമ്പം ആർച്ച് ഓഫ് അയോട്ടയുടെ അകത്തുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുവഴി ഫ്രം there it reaches the aorta via ductus arteriosus. So deoxygenated plate റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് SVC വഴി റൈറ്റ് വെൻട്രിക്കിളിൽ വരും. അവിടുന്ന് പൾമിനറി ട്രങ്ക് വഴി പോകുമ്പോഴത്തേക്ക് അയോട്ടയുടെ ഒരു കണക്ഷൻ വരും. ആൻഡ് അതുവഴി അയോട്ടയിലിട്ട് അത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വരും വയ ഡക്ടസ് ആർട്ടീരിയോസിസ്. ഇത് ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ലിഗമെന്റം ആർട്ടീരിയോസ് ആയിട്ട് അറിയപ്പെടും. സോ ഞാൻ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഈ പേരുകൾ പറയേണ്ട സർക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഒരു സിംഗിൾ അംബിലിക്കൽ വെയിൻ വഴി നമ്മുടെ മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് പ്യുവർ ബ്ലഡ് വരണം, ഓക്സിജനേറ്റഡ് ബ്ലഡ് വരണം. ആ ബ്ലഡ് ലിവറിന്റെ അവിടെ വന്നിട്ട് ബൈപ്പാസ് ചെയ്ത് ലിവറിലേക്ക് കയറാണ്ട് ഇറ്റ് ബൈപ്പാസസ് ത്രൂ ഡക്ടസ് വീനോസം. എന്നിട്ട് അത് എവിടെ കയറുന്നു? നമ്മുടെ ഇൻഫീരിയർ വിനാക്കവയിൽ വരും. ഇൻഫീരിയർ വിനാക്കവയിൽ നിന്ന് ആ ബ്ലഡ് ഡയറക്ട്ലി എങ്ങോട്ട് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിൽ വരും. അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ഫൊറാമൻ ഒവേൽ വഴി അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ആൻഡ് ആ ഫൊറാമൻ ഒവേൽ ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ഫോസ ഒവാലിസ് ആയിട്ട് അറിയപ്പെടും. ഇനി നമ്മുടെ ഈ അയോട്ട നമ്മൾ നേരത്തെ അതിന്റെ ബ്രാഞ്ചസ് പഠിച്ചായിരുന്നല്ലോ. സോ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട വരുന്നു. ആർച്ച് ഓഫ് അയോട്ടയിൽ നിന്ന് ഡിസെൻഡിങ് തൊറാസിക്, നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട, അത് കഴിയുമ്പോൾ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, ദെൻ അബ്ഡമനൽ അയോട്ട. അബ്ഡമനൽ അയോട്ട രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ ഇലിയാക് ആർട്ടറി. ഇനി ആ ഓരോ കോമൺ ഇലിയാക് ആർട്ടറി എന്തായിട്ട് ടെർമിനേറ്റ് ചെയ്യും? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആയിട്ട് ടെർമിനേറ്റ് ചെയ്യും. ഇനി ആ ഇന്റേണൽ ഇലിയാക് ആർട്ടറി നിന്നായിരിക്കും എന്ത് അറേസ് ചെയ്യണത്? രണ്ട് അംബലിക്കൽ ആർട്ടറി അറേസ് ചെയ്യണത് ഫ്രം ദ ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആയിരിക്കും. സോ നമ്മൾ ആർച്ച് ഓഫ് അയോട്ട, നമ്മൾ അയോട്ടയുടെ കോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. സോ അതേപോലെ തന്നെ ആർച്ച് ഓഫ് അയോട്ട, ആദ്യം അയോട്ട വരുന്നു, അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട, ദെൻ ഡിസെൻഡിങ് അയോട്ട മാറി തൊറാസിക് അയോട്ട മാറിയിട്ട് അബ്ഡമനൽ അയോട്ട ആയി. അബ്ഡമനൽ അയോട്ട റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ കാരോട്ടിഡ് കോമൺ ഇലിയാക് ആർട്ടറി ആയി. കോമൺ ഇലിയാക് ആർട്ടറി എന്തായിട്ട് മാറുന്നു? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി ആയിട്ട് മാറുന്നു. അതില് ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആയിരിക്കും എന്ത് അറേസ് ചെയ്യണത്? അംബലിക്കൽ ആർട്ടറി അറേസ് ചെയ്യണത് ഈ ഇന്റേണൽ ഇലിയാക് ആർട്ടറി നിന്നായിരിക്കും 2 അംബലിക്കൽ ആർട്ടറീസ് അറേസ് ചെയ്യണത്. സോ ഇനി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പുറത്തു പോകുന്ന ഏതുവഴിയായിരിക്കും? ഈ അംബലിക്കൽ ആർട്ടറി വഴിയായിരിക്കും. സോ ഈ അയോട്ടയിലേക്ക് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഏതുവഴി വരും എന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ വിസറയിൽ നിന്നുള്ള അല്ലെങ്കിൽ വിസറ, ലോവർ ലിബ്, ഹെഡ് ആൻഡ് നെക്കിലൊക്കെ ഉള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വന്നിട്ട് റൈറ്റ് ഏട്രിയത്തിൽ വരും. ഇതുവഴി വയ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വെനാക്കവ. ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വെനാക്കവ വഴി റൈറ്റ് ഏട്രിയത്തിൽ വരും. എന്നിട്ട് ഇത് റൈറ്റ് വെൻട്രിക്കിൾ വഴി പൾമിനറി ട്രങ്ക് വഴി ലീവ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട ആയിട്ടുള്ള ആ കണക്ഷൻ ഡക്ടസ് ആർട്ടീരിയോസിസ്. അതുവഴി വീനസ് ബ്ലഡ് വന്നിട്ട് എവിടെ വരും? നമ്മുടെ അയോട്ടയിലോട്ട് കയറുന്നു. ആൻഡ് ഡിസെൻഡിങ് തൊറാസിക് ആൻഡ് അബ്ഡമൽ അയോട്ടയിലെല്ലാം വന്നിട്ട് അപ്പൊ കാണുന്നത് മിക്സ്ഡ് ബ്ലഡ് ആയിരിക്കും. അതായത് ഈ പ്യുവർ ബ്ലഡിന്റെ കൂടെ ഇംപ്യൂർ ബ്ലഡോടെ കലർന്നിട്ടുള്ള ബ്ലഡ് ആയിരിക്കും നമ്മളുടെ ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് ഡിസെൻഡിങ് തൊറാസിക്, അബ്ഡമൽ അയോട്ടയിലെല്ലാം കാണുന്നത് എന്തായിരിക്കും? മിക്സ്ഡ് ബ്ലഡ് ആയിരിക്കും. ആൻഡ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തായിട്ട് അംബലിക്കൽ വെയിൻ ആയിട്ട് ഈ ഇംപ്യൂർ ബ്ലഡ് നമ്മുടെ പുറത്തേക്ക് വരും. സോ ഇതായിരിക്കും നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്. സോ ഫീറ്റൽ സർക്കുലേഷനിൽ മെയിൻ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അംബലിക്കൽ വെയിൻ, അത് ആഫ്റ്റർ ബർത്ത് എന്തായിട്ട് അറിയപ്പെടും? ലിഗമെന്റം ടെറീസ്. പിന്നെ ഡക്ടസ് വീനോസ്, അതായത് നമ്മുടെ ആ അംബലിക്കൽ വെയിൻ വന്ന് IVC ആയിട്ട് ജോയിൻ ചെയ്ത് അവിടെ ആയിരിക്കും ഡക്ടസ് വീനോസസ്. അത് പിന്നെ ആഫ്റ്റർ ബർത്ത് ലിഗമെന്റം വീനോസം. ദെൻ ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം, ഫൊറാമൻ ഒവേൽ, ആഫ്റ്റർ ബർത്ത് ഫോസ ഒവാലിസ്. ദെൻ അംബലിക്കൽ, രണ്ട് അംബലിക്കൽ ആർട്ടറി, ആഫ്റ്റർ ബർത്ത് മീഡിയൻ അംബലിക്കൽ ലിഗമെന്റ്. അയോട്ടയും ആർച്ച് ഓഫ് അയോട്ടയും പൾമിനറി ട്രങ്കുമായിട്ടുള്ള കണക്ഷൻ ഡക്ടസ് ആർട്ടീരിയോസിസ്. ആഫ്റ്റർ ബർത്ത് ലിഗമെന്റം ആർട്ടീരിയോസം എന്നറിയപ്പെടും. ഇനി ആ ലിഗമെന്റം ആർട്ടീരിയോസം വന്നിട്ട് ആഫ്റ്റർ ബർത്ത് ഫങ്ഷണലി വിത്തിൻ 1 വീക്ക് ക്ലോസ് ആകും. സ്ട്രക്ചറലി നോക്കുവാണെങ്കിൽ വിത്തിൻ 8 വീക്സിൽ ക്ലോസ് ആയിരിക്കണം.
അങ്ങനെ ക്ലോസ് നമ്മൾ പറയത്തില്ലേ PD എന്നൊക്കെ, പേറ്റന്റ് ഡക്ടസ് ആർട്ടറീസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിലേക്ക് പോകും ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റ് ക്ലോസ്ഡ് ഈവൻ ആഫ്റ്റർ 8 weeks. സോ അനാറ്റമിക്കലി ഫംഗ്ഷണലി വന്ന് വിത്തിൻ 1 week ക്ലോസ് ആക്കണം. അനാറ്റമിക്കലി വിത്തിൻ 8 weeks ലിഗമെന്റ് നമ്മുടെ ഈ ഇത് ക്ലോസ് ആയിരിക്കണം. ആൻഡ് ഇഫ് ദ റെമിനൻസ് ഫോം അതിന്റെ റെമിനൻസ് വന്നിട്ട് ഒരു ഫൈബ്രസ് ബാൻഡ് ഫോം ചെയ്യും, അതിനായിരിക്കും ലിഗമെന്റം ആർട്ടീരിയോസം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫീറ്റൽ സർക്കുലേഷൻ. സോ നമ്മൾ ഹാർട്ടിൽ പറഞ്ഞപ്പോൾ പെരികാർഡിയം അതിന്റെ 2 ലേയേഴ്സും അതിനകത്ത് ലേയേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ ഹാർട്ടിൽ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാർട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. റൈറ്റ് ഹാർട്ടിന്റെ പേസ് മേക്കർ ആയിരിക്കും SNOഡിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്തൊക്കെ ആയിരിക്കും? SVC, IVC, കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ, വീന കോഡസ് മിനിമെ. ഇതിന്റെ കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ ആൻഡ് വീന കോഡസ് മിനിമെ എന്തായിരിക്കും? കാർഡിയാക്കിന്റെ വീനസ് ഡ്രെയിനേജ് ആയിരിക്കും. ദെൻ ലെഫ്റ്റ് ഏട്രിയത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ എന്തൊക്കെ വാൽവ്സ് ആയിരിക്കും ഉള്ളതെന്ന് പറഞ്ഞു. SA നോഡ്, AV നോഡ് വി ആർ ഡിസ്കസ്ഡ്. ദെൻ arterial supply, right coronary artery and left coronary artery. Right coronary artery എവിടെ നിന്നൊക്കെ ഡ്രെയിൻ ചെയ്യും? Right atrium, greater part of right ventricle except interventricular groove, small part of left ventricle, the area adjoining posterior interventricular septum, posterior part of interventricular septum and the whole of conducting system. Right coronary artery ലോട്ടാണെങ്കിൽ ലെഫ്റ്റ് coronary artery ലോട്ട് എവിടെ നിന്നൊക്കെ ആയിരിക്കും? Left atrium, greater part of left ventricle, a small area of right ventricle, anterior portion of interventricular septum. അത്രയായിരിക്കും ലെഫ്റ്റ് coronary artery ഡ്രെയിൻ ചെയ്യുന്ന ഏരിയാസ്. ദെൻ വീനസ് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ മെയിൻലി കൊറോണറി സൈനസ്, ആന്റീരിയർ കാർഡിയാക് വെയിൻ ആൻഡ് വീനെ കോഡെ മിനിമ ആയിരിക്കും ഹാർട്ടിന്റെ മെയിൻ വീനസ് ഡ്രെയിനേജസ് എന്ന് പറയുകയാണെങ്കിൽ. ലിംഫാറ്റിക്സ് റൈറ്റ് ട്രങ്ക് ആണെങ്കിൽ ബ്രേക്കിയോ സെഫാലിക്കിലോട്ടും, ലെഫ്റ്റ് ട്രങ്ക് ആണെങ്കിൽ ട്രക്കിയോ ബ്രേക്കിയാലിസ് നോഡിലോട്ടായിരിക്കും ഡ്രെയിൻ ചെയ്യുന്നത്. Then nerve supply as similar as lungs, parasympathetic vagus, it is cardio inhibitory ആയിരിക്കും. Sympathetic second to fifth spinal nerve, അത് cardio acceleratory ആയിരിക്കും. Then fetal circulation നമ്മൾ പറഞ്ഞു. Then we are going to the trachea. Trachea എന്ന് പറഞ്ഞാൽ 10 to 15 centimeter long ആയിരിക്കും trachea. അതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 10 to 15 centimeter ആയിരിക്കും. എവിടെ നിന്നായിരിക്കും? അപ്പർ എൻഡ് ലോവർ ബോർഡർ ഓഫ് ക്രിക്കോഡ് കാർട്ടിലേജ് ആയിരിക്കും ട്രക്കിയുടെ അപ്പർ എൻഡ് എന്ന് പറഞ്ഞാൽ ലോവർ ബോർഡർ ഓഫ് ക്രിക്കോഡ് കാർട്ടിലേജ് ഓപ്പോസിറ്റ് ടു ദ ലെവൽ ഓഫ് C6 ലെവലിലായിരിക്കും വരുന്നത് ട്രക്കിയ ബിഗിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 15 to 20 C-shaped rings. ട്രക്കിയ ഈസ് മേഡ് അപ്പ് ഓഫ് 15 to 20 C-shaped rings ഉണ്ടായിരിക്കും. അതിന്റെ ലൂമൻ വന്നിട്ട് ലൈൻ ചെയ്യുന്നത് ലൈൻഡ് ബൈ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. സോ ട്രക്കിയ 10 to 15 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും. അതിന്റെ അപ്പർ എൻഡ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ലൈസ് അറ്റ് ദ ലോവർ ബോർഡർ ഓഫ് ക്രിക്കോഡ് കാർട്ടിലേജ് ഓപ്പോസിറ്റ് ടു C6 ആയിരിക്കും. ഓപ്പോസിറ്റ് ടു ദ C6 ലെവൽ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 16 to 20 C-shaped റിങ്സ് ആയിരിക്കും. അതിന്റെ ലൂമൻ വന്നിട്ട് ഇറ്റ് ഈസ് ലൈൻഡ് ബൈ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം ആയിരിക്കും അതിനെ ലൈൻ ചെയ്തിട്ടുള്ളത്. ആർട്ടീരിയൽ സപ്ലൈ നോക്കുവാണെങ്കിൽ ഇൻഫീരിയർ തൈറോയിഡ്, വീനസ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ, lymphatics, pre-tracheal and paratracheal nodes. So arterial supply inferior thyroid artery, venous left brachiocephalic vein, lymphatics, pre-tracheal and paratracheal nodes ലോട്ടായിരിക്കും lymphatic drainage ഉണ്ടാകുക. nerve supply നോക്കുവാണെങ്കിൽ nerve supply parasympathetic by vagus and recurrent laryngeal nerve ആയിരിക്കും. while sympathetic ഏതായിരിക്കും? middle cervical ganglion. nerve supply parasympathetic by vagus and recurrent laryngeal nerve and sympathetic by middle cervical ganglion. ട്രക്കിയുടെ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഏതൊക്കെയായിരിക്കും? വേഗസ് ആൻഡ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ് ആയിരിക്കും. അത് വന്നിട്ട് മ്യൂക്കസ് മെമ്പറൈനിലേക്ക് സെൻസറി ആൻഡ് സെക്രീട്രോ മോട്ടർ ആയിരിക്കും. ഇറ്റ് ഈസ് സെൻസറി ആൻഡ് സെക്രീട്രോ മോട്ടർ ടു ദ മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് മോട്ടർ ടു ദ ട്രക്കിയൽ മെമ്പറൈൻ മസിൽസ് ആയിരിക്കും. ട്രക്കിയുടെ പാരാസിമ്പത്തറ്റിക് നെർവ്സ് എന്ന് പറഞ്ഞാല് വേഗസ് ആൻഡ് റിക്കറന്റ് ലാരഞ്ചൽ നെർവ് ആയിരിക്കും പാരാസിമ്പത്തറ്റിക് നെർവ് ഓഫ് ട്രക്കിയ. അത് വന്നിട്ട് അവിടുത്തെ മ്യൂക്കസ് മെമ്പറിന് സെൻസറി ആൻഡ് സെക്രീട്രോ മോട്ടാർ ആയിരിക്കും. വയൽ ട്രക്കിയൽ മസിൽസിന് വന്നിട്ട് ട്രക്കിയലസ് മസിൽസിന് അത് മോട്ടാർ ആയിരിക്കും. സോ അതായിരിക്കും ട്രക്കിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. അനാറ്റമിയില് 16 to 20 C-shaped റിങ്സ് ചേർന്നിട്ടായിരിക്കും ലോവർ ബോർഡർ ഓഫ് ക്രിക്കോഡ് കാർട്ടിലേജ് C6 ലെവലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആൻഡ് ബൈഫർക്കേഷൻ ഓഫ് ട്രക്കിയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്റ്റേണൽ ആംഗിളിന്റെ അവിടെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അതിനെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ കഡാവറിലായിരിക്കും സ്റ്റേണൽ ആംഗിളിന്റെ അവിടെ കാണുന്നത് ബൈഫർക്കേഷൻ ഓഫ് ട്രക്കിയ. ഇൻ ലീവിംഗ് സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ ഈ ബൈഫർക്കേഷൻ വന്നിട്ട് T6-ലായിരിക്കും ഇൻ എറക്റ്റ് പൊസിഷൻ. ഇൻ ലീവിംഗ് സബ്ജക്ട് ഇൻ എറക്റ്റ് പൊസിഷൻ ഈ ബൈഫർക്കേഷൻ കാണുന്നത് എവിടെയായിരിക്കും? T6-ന്റെ ലെവലിലായിരിക്കും. കഡാവറിലാണെങ്കിൽ സ്റ്റേണൽ ആംഗിൾ ദാറ്റ് ഈസ് T4-ന്റെ ലെവലിലായിരിക്കും. ഇൻ ലീവിംഗ് പേഴ്സൺ എറക്റ്റിൽ നോക്കുവാണെങ്കിൽ ബൈഫർക്കേഷൻ ഓഫ് ട്രക്കിയ കാണുന്നത് T6-ന്റെ ലെവലിലായിരിക്കും. ഇനി ആൻഡ് ഡിസെൻസ് ഫർദർ ഡ്യൂറിംഗ് ഇൻസ്പിറേഷൻ അത് വീണ്ടും താഴേക്ക് ഡിസെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 16 to 20 C-shaped rings ആയിരിക്കും. Lumen lined by ciliated columnar epithelium. Arterial supply inferior thyroid artery ആയിരിക്കും. Venous supply left brachiocephalic vein. Lymphatic drainage pretracheal and paratracheal lymph nodes ലോട്ടായിരിക്കും. Nerve supply നോക്കുകയാണെങ്കിൽ parasympathetic is vagus and recurrent laryngeal nerve. അത് mucous membrane secretory motor ആയിരിക്കും. മസിൽസിന് വന്നിട്ട് മോട്ടാർ സപ്ലൈ ആയിരിക്കും. Then sympathetic is middle cervical ganglion ആയിരിക്കും. Then the last portion അല്ല ഒന്നുകൂടെ ഈസോഫാഗസ്. ഈസോഫാഗസിന്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 25 സെന്റിമീറ്റർ ലോങ്. നമ്മുടെ ട്രക്കിയുടെ ആണെങ്കിൽ 10 to 15 ആയിരുന്നു. ഈസോഫാഗസ് ആകുമ്പോൾ 25 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും. അതിന്റെ ലൈനിങ് എന്തായിരിക്കും? സ്ട്രാറ്റിഫൈഡ് സ്കോമസ് നോൺ കെരട്ടിനൈസ്ഡ് എപ്പിത്തീലിയം ആയിരിക്കും. സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം ആയിരിക്കും. And the pharyngo-esophageal junction, അതായത് ബിഗിനിങ് pharyngo-esophageal junction ആയിരിക്കും നമ്മുടെ എലിമെന്ററി കനാലിന്റെ ഏറ്റവും നാരോവസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഏത് കഴിഞ്ഞിട്ട്? നമ്മുടെ അപ്പൻഡിക്സ് കഴിഞ്ഞിട്ട്. എക്സെപ്റ്റ് ദ വെർമിഫോം അപ്പൻഡിക്സ്, pharyngo-esophageal junction ആയിരിക്കും ഏറ്റവും നാരോവസ്റ്റ് പാർട്ട് ഓഫ് ദ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. എവിടെയായിരിക്കും തുടങ്ങുന്നത്? ഇറ്റ് ബിഗിൻസ് ഇൻ ദ ലോവർ ബോർഡർ ഓഫ് ക്രിക്കോയ്ഡ് കാർട്ടിലേജ്. ക്രിക്കോയ്ഡ് നേരത്തെ നമ്മൾ ട്രക്കിയ പറഞ്ഞ പോലെ തന്നെ ലോവർ ബോർഡർ ഓഫ് ക്രിക്കോയ്ഡ് കാർട്ടിലേജിന്റെ അവിടെ ആയിരിക്കും ഈസോഫാഗസ് ബിഗിൻ ചെയ്യുന്നത്. നമ്മൾ ഡയഫ്രം പഠിച്ചപ്പം ഈസോഫാഗൽ ഓപ്പണിംഗ് പഠിച്ചായിരുന്നു അല്ലേ? സോ ഏതായിരിക്കും ഈസോഫാഗൽ ഓപ്പണിംഗ്? ഏത് ലെവലിലായിരിക്കും? T10 ലെവലിലായിരിക്കും ഈസോഫാഗൽ ഓപ്പണിംഗ് വരുന്നത്. സോ T10 ലെവലിൽ ഇറ്റ് pierces and enters the abdomen. Then T11 ലെവലിൽ ഇത് വന്നിട്ട് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യും. സോ ഇറ്റ് ബിഗിൻസ് അറ്റ് C6 ലെവലിൽ എവിടെ? നമ്മുടെ ക്രിക്കോയ്ഡ് കാർട്ടിലേജിന്റെ ലോവർ ബോർഡറിൽ ബിഗിൻ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് pierces the diaphragm at the level of T10 ആൻഡ് സ്റ്റൊമക്കിലോട്ട് എൻ്റർ ചെയ്യുന്ന ഏത് ലെവലിലായിരിക്കും? T11 ലെവലിൽ വെച്ചിട്ടായിരിക്കും ഈസോഫാഗസ് സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത്. pharyngo-esophageal ജംഗ്ഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു pharyngo-esophageal ജംഗ്ഷൻ ആയിരിക്കും നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എലിമെന്ററി കനാലിലെ ഏറ്റവും നാരോവസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ദിസ് pharyngo-esophageal ജംഗ്ഷൻ ആയിരിക്കും. രണ്ട് സൈഡ് കർവേച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് അതിന്റെ റൂട്ട് ഓഫ് ദ നെക്കിലും ഒന്ന് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ആയിരിക്കും. രണ്ട് ലെഫ്റ്റ് കർവേച്ചർ ഓഫ് ഈസോഫാഗസ് ഉണ്ടായിരിക്കും. ഇനി ഈസോഫാഗസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, 4 കൺസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഈസോഫാഗസിന്. 4 കൺസ്ട്രിക്ഷൻസ് ഓഫ് ഈസോഫാഗസ് ആർ ദെയർ. ഫസ്റ്റ് കൺസ്ട്രിക്ഷൻ എവിടെ കാണും? 15 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്. ഇൻസൈസർ ടൂത്തിൽ നിന്ന് 15 സെന്റിമീറ്റർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കൺസ്ട്രിക്ഷൻ കാണും. എവിടെ? നമ്മുടെ ബിഗിനിങ്ങിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും നാരോവസ്റ്റ് പോർഷൻ കാണുന്നു pharyngo-esophageal ജംഗ്ഷൻ. സോ അത് വന്നിട്ട് എവിടെ കാണും? ഫസ്റ്റ് കൺസ്ട്രിക്ഷൻ ഓഫ് ദ ഈസോഫാഗസ് ലൈസ് അറ്റ് 15 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്. എവിടെ? അറ്റ് ദ ബിഗിനിങ്ങിൽ. സെക്കൻഡ് കൺസ്ട്രിക്ഷൻ എവിടെ ആയിരിക്കും? 22.5 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്. അതെന്തായിരിക്കും? എന്ത് കാരണമായിരിക്കും ആ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ക്രോസ്ഡ് ബൈ ദ അയോട്ടിക് ആർച്ച്. അയോട്ടിക് ആർച്ച് ക്രോസ് ചെയ്യുന്ന കാരണം 22.5 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത് സെക്കൻഡ് കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. തേർഡ് കൺസ്ട്രിക്ഷൻ ഈസ് 27.5 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്. അത് എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഈസ് ക്രോസ്ഡ് ബൈ ദ ലെഫ്റ്റ് ബ്രോങ്കസ്. ലെഫ്റ്റ് ബ്രോങ്കസ് ക്രോസ് ചെയ്യുന്ന കാരണമായിരിക്കും 27.5 സെന്റിമീറ്ററിൽ ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് 37.5 സെന്റിമീറ്ററിലായിരിക്കും. അത് ഡയഫ്രത്തെ പിയേഴ്സ് ചെയ്യുന്ന സമയത്തേക്കായിരിക്കും ആ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്. സോ 4 കൺസ്ട്രിക്ടേഴ്സ് ആയിരിക്കും ഈസോഫാഗസിന് ഉണ്ടാകുക. നമ്മൾ അതിന്റെ പറയുന്നത് ലെങ്ത് ഫ്രം ഇൻസൈസസ് ടൂത്ത് വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് 15 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത് അറ്റ് ദ ബിഗിനിങ്ങിൽ ഫസ്റ്റ് കൺസ്ട്രിക്ഷൻ. 22.5 സെന്റിമീറ്ററിലെ സെക്കൻഡ് കൺസ്ട്രിക്ഷൻ. എന്തുകൊണ്ട്? അയോട്ടിക് ആർച്ചിന്റെ കംപ്രഷൻ കാരണം. 27.5 തേർഡ് കൺസ്ട്രിക്ഷൻ വരും. എന്ത് കാരണം? ലെഫ്റ്റ് ബ്രോങ്കസ് ക്രോസ് ചെയ്യുന്ന കാരണം. ആൻഡ് ദ ലാസ്റ്റ് കൺസ്ട്രിക്ഷൻ ഈസ് അറ്റ് 37.5 സെന്റിമീറ്ററിലായിരിക്കും. അവിടെ എന്തായിരിക്കും? ഡയഫ്രത്തിന്
PS ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ആ ലാസ്റ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഈസോഫാജിയൽ കൺസ്ട്രക്ഷൻ ആണ് 4. ദെൻ ആർട്ടീരിയൽ സപ്ലൈ നോക്കുവാണെങ്കിൽ ഈസോഫാഗസിൽ ബ്രാഞ്ചസ് ഓഫ് അയോട്ട, നമ്മൾ ഡിസെൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പഠിച്ചായിരുന്നു. അതിനകത്ത് ഈസോഫാജിയൽ ബ്രാഞ്ചസ് അതെയാ. സോ തൊറാസിക് പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് ഈസോഫാജിയൽ ബ്രാഞ്ച് ഓഫ് അയോട്ട ആയിരിക്കും. അബ്ഡമിനൽ പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് ഈസോഫാജിയൽ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി ആയിരിക്കും. സോ ആർട്ടീരിയൽ സപ്ലൈ അപ്പർ പാർട്ട് ഓഫ് സെർവൈക്കൽ പാർട്ട് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി സപ്ലൈ ചെയ്യും. തൊറാസിക് പാർട്ടിനെ അയോട്ടയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ഈസോഫാജിയൽ ബ്രാഞ്ചസ് ഓഫ് അയോട്ട സപ്ലൈ ചെയ്യും. അബ്ഡമിനൽ പാർട്ടിനെ നമ്മുടെ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ഈസോഫാജിയൽ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി സപ്ലൈ ചെയ്യും. ഇനി വീനസ് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ അപ്പർ പാർട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും? ബ്രേക്കിയോസെഫാലിക്, മിഡിൽ നിന്ന് അസൈഗോസ്, ലോവറിൽ നിന്ന് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിൻ. സോ വെയിനസ് ഡ്രെയിനേജ് അപ്പർ പാർട്ട് ബ്രേക്കിയോസെഫാലിക്, മിഡിൽ അസൈഗോസ് വെയിൻ ആൻഡ് ലോവർ പാർട്ട് ഓർ അബ്ഡമൽ പാർട്ട് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിൻ. നെർവ് സപ്ലൈ നോക്കുകയാണെങ്കിൽ നെർവ് സപ്ലൈ പാരാസിമ്പത്തിക് അപ്പർ ഹാഫിന് റിക്കറന്റ് ലാരഞ്ചൽ നെർവും ലോവർ ഹാഫിന് ഈസോഫാജിയൽ പ്ലെക്സസ് ഓഫ് ഫോംഡ് ബൈ ബോത്ത് വേഗസ് നെർവ് ആയിരിക്കും. പാരാസിമ്പത്തിക് അപ്പർ ഹാഫിന് റിക്കറന്റ് ലാരഞ്ചൽ നെർവും ലോവർ ഹാഫിന് ഈസോഫാജിയൽ പ്ലെക്സസ് ആയിരിക്കും. ഇറ്റ് ഈസ് ഫോംഡ് ബൈ 2 വേഗസ് ആയിരിക്കും. സിമ്പതറ്റിക് നെർവ് നോക്കുകയാണെങ്കിൽ അപ്പർ ഹാഫിന് മിഡിൽ സെർവൈക്കൽ ഗാംഗ്ലിയോൺ, ലോവർ ഹാഫിന് അപ്പർ 4th തൊറാസിക് ഗാംഗ്ലിയോൺ ആയിരിക്കും. മിഡിൽ അപ്പർ ഹാഫിന് നമ്മൾ ട്രക്കിയക്കും ഈസോഫാഗസിനും ഒരേപോലെ ആയിരിക്കും അപ്പർ പാർട്ടിന് എല്ലാം വരുന്നത്. മിഡിൽ സെർവൈക്കൽ ഗാംഗ്ലിയോൺ ആയിരിക്കും. ആ സമയത്ത് ലോവർ ഹാഫ് സപ്ലൈഡ് ബൈ അപ്പർ 4 തൊറാസിക് ഗാംഗ്ലിയോൺ ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ സെർവൈക്കൽ പാർട്ട് ഡീപ് സെർവൈക്കൽ, തൊറാസിക് പാർട്ട് പോസ്റ്റീരിയർ മീഡിയാസ്റ്റൈനൽ, അബ്ഡമിനൽ പാർട്ട് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് സെർവൈക്കൽ പാർട്ട് ഈസ് ഡീപ് സെർവൈക്കൽ, തൊറാസിക് പാർട്ട് പോസ്റ്റീരിയർ മീഡിയാസ്റ്റൈനൽ, അബ്ഡമിനൽ പാർട്ട് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആയിരിക്കും. സോ ഈസോഫാഗസ് നോക്കുകയാണെങ്കിൽ 25 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും. സ്ട്രാറ്റിഫൈഡ് സ്ക്വമസ് എപ്പിത്തീലിയം ആയിരിക്കും. ഫാരിഞ്ചോ ഈസോഫാജിയൽ ജംഗ്ഷൻ ആയിരിക്കും. എലിമെന്ററി കനാലിലെ ഏറ്റവും നാരോയിസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്ത് കഴിഞ്ഞിട്ട് വെർമിഫോം അപ്പൻഡിക്സ് കഴിഞ്ഞിട്ട് ദെൻ എവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോവർ ബോർഡർ ഓഫ് ക്രിക്കോഡ് കാർട്ടിലേജ് T6ന്റെ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് T10ന്റെ ലെവലിൽ ഡയഫ്രത്തെ പിയേഴ്സ് ചെയ്ത് T11 അത് സ്റ്റൊമക്കുമായിട്ട് ജോയിൻ ചെയ്യും. പിന്നെ നമ്മൾ 4 കൺസ്ട്രക്ഷൻസ് പറഞ്ഞു. ഫസ്റ്റ് കൺസ്ട്രക്ഷൻ 15 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്, ബിഗിനിങ്ങിൽ 2.5 സെന്റിമീറ്റർ ആയിരിക്കും. എവിടെയായിരിക്കും അത്? ആർച്ച് ഓഫ് അയോർട്ട ക്രോസ് ചെയ്യുന്ന കാരണം. ദെൻ 27.5 സെന്റിമീറ്റർ ലെഫ്റ്റ് ബ്രോങ്കസ് ക്രോസ് ചെയ്യുന്ന കാരണം കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 37.5 സെന്റിമീറ്റർ ഫ്രം ദ ഇൻസൈസർ ടൂത്ത്, ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്യുമ്പോഴായിരിക്കും ലാസ്റ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. ദെൻ ആർട്ടീരിയൽ സപ്ലൈ 3 പാർട്ടായിട്ട് പറഞ്ഞു. നമ്മൾ ട്രക്കിയുടെ ആർട്ടീരിയൽ സപ്ലൈയും വീനസ് സപ്ലൈയും ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പർ പാർട്ടൊക്കെ സെയിം ആസ് ട്രക്കി ആയിരിക്കും. സെർവൈക്കൽ പാർട്ട് ട്രക്കിയുടെ ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ആയിരുന്നു. ഇവിടുത്തെ സെർവൈക്കൽ പാർട്ടും ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി ആയിരിക്കും. തൊറാസിക് പാർട്ടിന്റെ അയോട്ടയുടെ ബ്രാഞ്ചസ് ആയിരിക്കും ഈസോഫാജിയൽ ബ്രാഞ്ച് ഓഫ് അയോട്ട. അബ്ഡമിനൽ പാർട്ട് ഈസോഫാജിയൽ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി ആയിരിക്കും. വീനസ് ട്രെയിനിൽ നോക്കുകയാണെങ്കിൽ അപ്പർ പാർട്ട് സെയിം ആസ് ട്രക്കിയ, ബ്രേക്കിയോസെഫാലിക് ആയിരിക്കും. മിഡിൽ അസൈഗോസ്, ലോവർ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിൻ ആയിരിക്കും. നെർവ് സപ്ലൈ അഗൈൻ അപ്പർ ഹാഫ് സെയിം ആസ് ട്രക്കിയ, റിക്കറന്റ് ലാരഞ്ചൽ നെർവ്. ലോവർ ഹാഫിലാണെങ്കിൽ ഈസോഫാജിയൽ പ്ലെക്സസ് ആയിരിക്കും. സിമ്പതറ്റിക് നെർവ് അപ്പർ ഹാഫ് അഗൈൻ സെയിം ആസ് ട്രക്കിയ, മിഡിൽ സെർവൈക്കൽ ഗാംഗ്ലിയോൺ ആയിരിക്കും. ലോവർ ഹാഫിന് അപ്പർ 4 തൊറാസിക് ഗാംഗ്ലിയോൺ ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് സെർവൈക്കൽ പാർട്ടിന് ഡീപ് സെർവൈക്കൽ, തൊറാസിക് പാർട്ട് പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനൽ, അബ്ഡമിനൽ പാർട്ട് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആയിരിക്കും. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ആയിരിക്കും തൊറാസിക് ഡക്ട്. തൊറാസിക് ഡക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ലിംഫാറ്റിക് വെസൽ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ലിംഫാറ്റിക് വെസൽ എന്ന് പറയുന്നത് തൊറാസിക് ഡക്റ്റിനെ ആയിരിക്കും. 45 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും തൊറാസിക് ഡക്ട്. സിസ്റ്റേണ കൈലി നമ്മൾ അബ്ഡമൻ പഠിക്കും സിസ്റ്റേണ കൈലി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും T12 സ്റ്റാർട്ട് ചെയ്യും തൊറാസിക് ഡക്ട്. എന്നിട്ട് അയോട്ടിക് ഓപ്പണിംഗിന്റെ കൂടെ അത് മേലോട്ട് വരും. റൈറ്റ് T5 ലെവൽ എത്തുമ്പോഴത്തേക്ക് അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വന്ന് എവിടെ ജോയിൻ ചെയ്യും? ഇറ്റ് ഡ്രെയിനിങ് ഇൻ ടു ദ ആംഗിൾ ഓഫ് ജംഗ്ഷൻ ബിറ്റ്വീൻ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആൻഡ് ലെഫ്റ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻ. I'll show the picture. സോ ഈ കാണുന്ന ഇവിടെ തൊട്ടായിരിക്കും നമ്മുടെ തൊറാസിക് ഡക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതായിരിക്കും തൊറാസിക് ഡക്ട് എന്ന് പറയുന്നത്. പിക്ചർ ക്ലിയർ ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. സോ
ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് കണ്ടിന്യൂഷൻ ഓഫ് ദി സിസ്റ്റേണ കൈല. നമ്മുടെ ലോവർ ലിംബിൽ നിന്നും താഴത്തെ അബ്ഡമന്റെ ലോവർ ലിംബിന്റെ പോർഷനിൽ നിന്ന് വരുന്ന സിസ്റ്റേണ കൈല ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ ദ അബ്ഡമൻ ടോപ്പിക്. സോ സിസ്റ്റേണ കൈലയുടെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യണത്? thoracic duct സ്റ്റാർട്ട് ചെയ്യണത്. ഇറ്റ് ബിഗിൻസ് ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് സിസ്റ്റേണ കൈല അറ്റ് T12 ലെവൽ. T12 ലെവലിൽ വെച്ചിട്ട് സിസ്റ്റേണ കൈലയുടെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും എന്ത് കണ്ടിന്യൂ ചെയ്യണത്? thoracic duct കണ്ടിന്യൂ ചെയ്യണത്. ആൻഡ് ആ ലെവലിൽ തന്നെ അത് നമ്മുടെ അയോട്ടിക് ഓപ്പണിംഗിൽ കൂടെ എന്തിനെ പിയർസ് ചെയ്യും? ഡയഫ്രത്തിനെ പിയർസ് ചെയ്തിട്ട് അത് തൊറാക്സിലേക്ക് എൻറ്റർ ചെയ്യും. ഇറ്റ് എൻറ്റേഴ്സ് ദി തൊറാക്സ് വയ ദ അയോട്ടിക് ഓപ്പണിംഗ് ഓഫ് ദ ഡയഫ്രം. എന്നിട്ട് ഇതിപ്പം നേരെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് T5ന്റെ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇത് പതുക്കെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. സോ ഇറ്റ് ഈസ് ഒരു ചെറിയ വളവ് പോലെ കാണുന്നില്ലേ? സോ ഇത് T5ന്റെ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇറ്റ് ക്രോസസ് റൈറ്റ് ടു ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇനി എവിടെ പോയി ഡ്രെയിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ നേരെ മേലെ വന്നു. എവിടെ? നമ്മുടെ ഇതെന്തായിരിക്കും? ഇത് നമ്മുടെ ലെഫ്റ്റ് ജുഗുലാർ വെയിനും ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനും ജോയിൻ ചെയ്യുന്നതിന്റെ അവിടെ ആയിട്ടായിരിക്കും നമ്മുടെ thoracic duct. ഏറ്റവും ലാർജസ്റ്റ് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആയിരിക്കും thoracic duct എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ലിംഫാറ്റിക് വെസൽ ഇൻ ദ ബോഡി. 45 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും. ഇത് എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റേണ കൈലയുടെ പിക്ചർ ക്ലിയർ ആണോ? സിസ്റ്റേണ കൈലയുടെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? thoracic duct ഏത് ലെവലിൽ? T12ന്റെ ലെവലില് സിസ്റ്റേണ കൈലയുടെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും thoracic duct വരുന്നത്. അത് അയോട്ടിക് ഓപ്പണിന്റെ കൂടെ ആയിരിക്കും ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്തിട്ട് തൊറാക്സിൽ എൻറ്റർ ചെയ്ത് T5ന്റെ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ട് ഇത് എവിടെ പോയി ഡ്രെയിൻ ചെയ്യുന്ന നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദിസ്? ഇത് നമ്മുടെ എന്തായിരിക്കും? ഇത് നമ്മുടെ ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ ആയിരിക്കും ഈ കാണുന്നത്. സോ ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ എന്തൊക്കെ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്നത്? ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ ഈസ് ജോയിൻഡ് ബൈ എന്തൊക്കെയായിരിക്കും? ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ ആൻഡ് ഇന്റേണൽ ജുഗുലാർ വെയിൻ. ലെഫ്റ്റ് ഇന്റേണൽ ജുഗുലാർ വെയിനും ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനും ജോയിൻ ചെയ്യുന്നിട്ടായിരിക്കും നമ്മുടെ ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ ഫോം ചെയ്യുന്നത്. സോ അവിടെ കാണുന്ന ഒരു ആംഗിൾ ഉണ്ടാവില്ലേ? സോ നോക്ക്, ഇവിടെ നോക്ക്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ. ഇതെന്തായിരിക്കും? ലെഫ്റ്റ് ഇന്റേണൽ ജുഗുലാർ വെയിനും ലെഫ്റ്റ് സബ്ക്ലേവിയൻ. ഓക്കെ, സോ thoracic duct എന്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു? സിസ്റ്റേണ കൈലയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് T12 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് പിയേഴ്സസ് ദ അബ്ഡമൻ, ഇറ്റ് പിയേഴ്സസ് ദ ഡയഫ്രം അറ്റ് ദ ലെവൽ ഓഫ് അയോട്ടിക് ഓപ്പണിംഗ് T12 ആൻഡ് എൻറ്റേഴ്സ് ദ thorax. thoraxൽ വന്നിട്ട് T5ന്റെ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇറ്റ് ക്രോസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്യണു ആൻഡ് എൻഡ്സ് ബൈ ഡ്രെയിനിങ് ഇൻ ടു ദ എവിടെ ആയിരിക്കും ഡ്രെയിൻ ചെയ്യണത്? ദ ആംഗിൾ. ഏത് ആംഗിളിന്റെ ആയിരിക്കും? നമ്മുടെ ലെഫ്റ്റ് ജുഗുലാർ വെയിനും ലെഫ്റ്റ് ഇന്റേണൽ ജുഗുലാർ വെയിനും ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനും ജോയിൻ ചെയ്ത് നമ്മുടെ ബ്രേക്കിയോസെഫാലിക് വെയിൻ ആകുന്നില്ലേ? സോ അതിന്റെ ആ ആംഗിളിലായിരിക്കും എന്ത് വന്ന് ഡ്രെയിൻ ചെയ്യുന്നത്? നമ്മുടെ thoracic duct വന്ന് ഡ്രെയിൻ ചെയ്യുന്നത്. സോ ഇത് എവിടെ നിന്നൊക്കെ ലിംബിനെ റിസീവ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡയഫ്രത്തിന് താഴെയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഉണ്ട് അല്ലെ? സിസ്റ്റേണ കൈല രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സോ ബിലോ ദ ഡയഫ്രം ഫ്രം ബോത്ത് ദ സൈഡ് ഓഫ് ദ ബോഡി. എബോ ദ ഡയഫ്രം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമായിരിക്കും ഡ്രെയിൻ ചെയ്യുന്നത്. സോ thoracic duct ഡ്രെയിൻ ചെയ്യുന്നത് ബിലോ ദ ഡയഫ്രം ഫ്രം ബോത്ത് ദ ഹാഫ് ഓഫ് ദ ബോഡി. എബോ ദ ഡയഫ്രം ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി എന്നായിരിക്കും thoracic duct ഡ്രെയിൻ ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ചെസ്റ്റിലെ മേജർ പോർഷൻസ്.